അതായത് ആർട്ടിക്കിൾ 8 കുറിച്ചാണ്. ബഡ്ജറ്റ്. Prior to the commencement of each fiscal year, the corporation shall prepare a budget settings for the anticipated income and expense of the corporation for the upcoming fiscal year and shall submit such budget for approval at the first meeting of the trustees of the General Service Board held after January 1st of the corporation's fiscal year to which the budget applies. The corporation shall develop procedure with respect to any subsequent approval required for expenditures and for outside of and exceed the approved budget. അതായത് ബഡ്ജറ്റിനെ കുറിച്ച് ആർട്ടിക്കിൾ 8 ബഡ്ജറ്റ്. ഓരോ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് കോർപ്പറേഷൻ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കണം. ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നത് വരുമാനം, ഇൻകം, ചെലവുകൾ, എക്സ്പെൻസ്, അടുത്ത സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിക്കാവുന്ന വരുമാനങ്ങളും ചെലവുകളും വ്യക്തമാക്കണം. തയ്യാറാക്കിയ ബഡ്ജറ്റ് കോർപ്പറേഷന്റെ സാമ്പത്തിക വർഷം ബാധകമായിരിക്കുന്ന ജനറൽ സർവീസ് ബോർഡിന്റെ ട്രസ്റ്റിമാരുടെ ആദ്യ യോഗത്തിൽ, അതായത് ജനുവരി 1 ശേഷം നടക്കുന്ന ആദ്യ യോഗത്തിൽ അംഗീകാരത്തിനായി സമർപ്പിക്കണം. കൂടാതെ ബഡ്ജറ്റിന് പുറത്ത് വരുന്ന അല്ലെങ്കിൽ അംഗീകൃത ബഡ്ജറ്റിനെ കവിയുന്ന ചെലവുകൾ സംബന്ധിച്ച് അതിനായി പ്രത്യേക അംഗീകാരം ആവശ്യമായ നടപടിക്രമങ്ങൾ കോർപ്പറേഷൻ വികസിപ്പിക്കണം. Appendix 9, fiscal year. The fiscal year of the corporation shall commence on January 1 and shall end of the December 31 of each year. അപ്പൊ ഫിസ്ക്കൽ ഇയർ എന്ന് വെച്ചാൽ സാമ്പത്തിക വർഷമാണ്. അതാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. അതെന്താണ്? ജനുവരി 1 ആരംഭിക്കും, ഡിസംബർ 31 അവസാനിക്കും. ഓരോ വർഷവും ഈ സമയക്രമം തന്നെ ബാധകമായിരിക്കും. അതാണ് 9 പറയുന്നത്. ആർട്ടിക്കിൾ 10, ഓഡിറ്റർ. The board of directors shall annually appointed an auditor whose duties it shall be to audit the books of the corporation and prepare and submit to the board of directors an annual report in writing at such time as may be required by the board of directors and to furnish such other and further reports to the board of directors as the board of its discretion may be from time to time require. Article 10 എന്താണ് പറയുന്നത്? ഓഡിറ്റർ ആണ്. ഡയറക്ടർ ബോർഡ് ഓരോ വർഷവും ഒരു ഓഡിറ്ററെ നിയമിക്കണം. ഓഡിറ്ററുടെ ചുമതലകൾ: കോർപ്പറേഷന്റെ അക്കൗണ്ട് പുസ്തകങ്ങൾ പരിശോധിക്കുക, ഓഡിറ്റ് ദ ബുക്സ്, ഡയറക്ടർ ബോർഡിന് എഴുത്തുപരമായ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുക, ബോർഡ് ആവശ്യപ്പെട്ടാൽ മറ്റ് സാമ്പത്തിക റിപ്പോർട്ടുകൾ നൽകുക. ഈ റിപ്പോർട്ടുകൾ ബോർഡ് നിർദ്ദേശിക്കുന്ന സമയത്ത് സമർപ്പിക്കണം. ബോർഡിന്റെ വിവേചനാധികാര പ്രകാരം കൂടുതൽ വിവരങ്ങളും നൽകണം. ആർട്ടിക്കിൾ 11, ഭേദഗതികൾ, അമെൻമെന്റ്സ്. The bylaws may be altered, amended, or repealed at any time of the members of the corporation by a 2/3 vote of the members present in person, provided that notice of the proposed amendment is contained in the notice of such meetings. The board of directors shall not have the authority to alter, amend, or repeal the bylaws. ആർട്ടിക്കിൾ 11, ഭേദഗതികൾ. കോർപ്പറേഷന്റെ ബൈലോസ് മാറ്റാൻ, ആൾട്ടർ, ഭേദഗതി ചെയ്യാൻ, അമൻ, റദ്ദാക്കാൻ, റിപ്പീൽ കഴിയും. എന്നാൽ അത് ചെയ്യാൻ കോർപ്പറേഷൻ അംഗങ്ങളുടെ യോഗത്തിൽ നേരിട്ട് ഹാജരായ 2/3 ഭൂരിപക്ഷം വോട്ട് ആവശ്യമാണ്. കൂടാതെ ഭേദഗതി നിർദ്ദേശിച്ച വിവരം പ്രപ്പോസൽ അമെൻഡ്മെന്റ് യോഗത്തിൽ അറിയിപ്പിൽ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിരിക്കണം. ഒരു പ്രധാന വ്യവസ്ഥ: ഡയറക്ടർ ബോർഡിന് ബൈലോകൾ മാറ്റാൻ, ഭേദഗതി ചെയ്യാൻ അല്ലെങ്കിൽ റദ്ദാക്കാൻ അധികാരമില്ല. അതായത് ഓരോ വർഷവും വരും ചെലവുകൾ കണക്കാക്കി ബജറ്റ് തയ്യാറാക്കണം. ബജറ്റ് അംഗങ്ങൾ അംഗീകരിക്കണം. സാമ്പത്തിക വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. ഓരോ വർഷവും ഓഡിറ്റർ നിയമിച്ച അക്കൗണ്ടുകൾ പരിശോധിക്കും. ബൈലോകൾ മാറ്റാൻ അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം വേണം. ബോർഡിന് ബൈലോകൾ മാറ്റാൻ പ്രത്യേകിച്ച് അധികാരങ്ങളില്ല. ഇതാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്.